ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്ന റിയൽമിയുടെ ബഡ്സ് എയർ 7 Pro എന്ന് പറയുന്ന ഒരു TWS ഹെഡ്സെറ്റ് ആണ്. പേര് ഒരു പ്രീമിയം ആയിട്ടുള്ള ഇയർബഡ് തപ്പുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. 5000 താഴെ വരുന്ന ഒരു നല്ലൊരു ഇയർബഡ്. ഇതിന് വരുന്ന കോസ്റ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, 4999 രൂപയാണ്. വല്ല ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് ഒരു 300-400 വരെ വ്യത്യാസം വന്നേക്കാം. എന്തായാലും 4500-നും 5000-നും ഇടയ്ക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ഫീച്ചേഴ്സുകൾ ഉണ്ട്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഡ്രൈവ് ആണ് ഇതിന് ലഭിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ഫീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുന്നേ ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതിന്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്. തുറക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിന് ചാർജർ കേബിൾ ഒന്നും ഇല്ലാട്ടോ ഇതിന്റെ ഒപ്പം. ഇതാണ് ഒരു മെറ്റാലിക് കേസ് ആണ് വരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈൽ നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 5.4 ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് കൂടുതൽ നിൽക്കും. നല്ല കണക്ടിവിറ്റി ആയതുകൊണ്ട് റേഞ്ച് 10 മീറ്റർ വരെ ഇതിന്റെ കണക്റ്റീവ് ഡിസ്റ്റൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറാണ്. ഫുൾ ചാർജ് ആവാനായിട്ട് 2 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. 53 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടിങ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ANC എന്ന് പറയുന്നത്. ലേറ്റൻസി, അതായത് നമ്മുടെ ഇതിൽ കേൾക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത് തമ്മിലുള്ള ലേറ്റൻസി ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും കുറവാണ്. അതപ്പോ ഗെയിമേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കണക്ട് ചെയ്യാനായിട്ട് റിയൽമി ലിങ്ക് ആപ്പ് ത്രൂ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വാട്ടർ റെസിസ്റ്റന്റ് ആണെന്ന് ചെറിയ ടൂളിലൊക്കെ ലഭിക്കും. IP റേറ്റിംഗ് 55 ആണ് ലഭിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തത് മാത്രം. ഇനി നമുക്ക് ഒട്ടും സമയങ്ങളായ ഇതിലേക്ക് കിടക്കാം. ഇതിലൊരു AI ഫീച്ചർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിന്റെ കുറെ അധികം സെർച്ച് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് 2 ഹെഡ്സെറ്റുകളാണ് ഈ പ്രീമിയം കാറ്റഗറിയിൽ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ OnePlusന്റെ ബഡ്സ് 4 എന്ന് പറയുന്നു, പിന്നെ റിയൽമിയുടെ ഈ എയർ പ്രോ എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്ത്. ഇതിന്റെ ഉള്ളു തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കണക്ഷൻ ആവും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡലാണ് ലഭിക്കുന്നത് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ കറക്റ്റ് ഫിറ്റ് ആവുന്നതുമാണ് കേട്ടോ. ഇത് വെറുതെ വെച്ചാൽ തന്നെ പുറത്തുള്ള ഒന്നും കേൾക്കാൻ സാധിക്കില്ല. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആപ്പ് ത്രൂ ആണ് ഇതിൻ്റെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത്. റിയൽമി ലിങ്ക് ആപ്പ് ത്രൂ അതൊന്നും കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത്. ടോട്ടലി ഞാൻ ഇതിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ ഇത് ഊരാണ് കേട്ടോ. ഇത് ഊരി കഴിഞ്ഞാലാണ് എനിക്ക് വല്ല പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുമായി തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്ക് ആപ്പ് ത്രൂ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലേറ്റൻസി ആയിക്കോട്ടെ, സൗണ്ട് കൂട്ടാനായിക്കോട്ടെ, പിന്നെ നമുക്ക് എന്താ പറയാ ബൂസ്റ്റ് സൗണ്ടിന്റെ ഡീപ്പ് ബൂസ്റ്റ് ആക്കാനായിക്കോട്ടെ, നാച്ചുറൽ സൗണ്ട് ആയിക്കോട്ടെ, അങ്ങനെ കുറെ ഫീച്ചേഴ്സുകൾ ഈ ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾ ആപ്പ് കണ്ടോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് കുറെ ജസ്റ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ടിന്റെ വോളിയം കൂടും, അടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം കുറയും. അങ്ങനത്തെ കുറെ ജസ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ ആപ്പ് ത്രൂ സെറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്കൊരു നല്ലൊരു ഫീച്ചർ പാക്ക് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇയർബഡ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ നിങ്ങൾക്ക് ആപ്പ് കാണിച്ച ആപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ഞാനിത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഇത് കണക്ട് ആയി കഴിയാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് തുറക്കാൻ പോവാണ്. ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ളതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കണക്ട് ചെയ്ത വശം തന്നെ നമുക്കൊരു അപ്ഡേറ്റ് വരും. അത് അപ്പോൾ തന്നെ ഫയർവാൾ അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഓഫാണ്. നമ്മളിപ്പോൾ ഇത് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എടുത്തിട്ട് ഓൾറെഡി കണക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഓഫ് പൊസിഷനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്പെറൻസി മോഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഈ ഓട്ടോമാറ്റിക് മാറിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ നോക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ കുറേ ഇഫക്റ്റുകളുണ്ട്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലിയർ വോക്കൽസ്, ക്ലിയർ ആയിട്ടുള്ള പാട്ട് മാത്രം കേൾക്കണം. ബേസ് കൂടുതൽ വയ്ക്കണമെങ്കിൽ ബേസ് കൂടുതലായിട്ട് വയ്ക്കാം. അങ്ങനെ ഈക്വലൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ വോയിസ് ഉണ്ട്. നമ്മുടെ ചെവിടിന് ഇഷ്ടമുള്ള രീതി നമ്മൾ ചെവിട്ടിൽ വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത്, അതാണ് AI ഫീച്ചറായിട്ട് എന്ന് പറയുന്നത് തോന്നുന്നു.
ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെവിടിന് പറ്റിയ സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ ഇത് 3 ഡയമെൻഷണൽ വ്യൂ ആണ്. നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. 3 ഡയമെൻഷനായിട്ട് നമുക്ക് വല്ല സിനിമ കാണുന്ന സമയത്ത് എല്ലാ ഡയറക്ഷനിൽ നിന്നും നമുക്ക് വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫീച്ചറാണ്. സിനിമകൾ, ആക്ഷൻ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേയധികം ഫീച്ചർ പാക്ക് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ആപ്പ് ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് വേണ്ട ലോ ലേറ്റൻസി മോഡ് വരുന്ന ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, ഡൈനാമിക് ഓഡിയോ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സുകളുണ്ട്. AI ട്രാൻസ്ലേറ്റർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ആയി വരുന്ന ഫീച്ചറാണ്. ഇപ്പം നമ്മൾ ചൈനക്കാരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനത്തെ ഫീച്ചേഴ്സുകളുണ്ട്. ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അതിൽ കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഈ ലാംഗ്വേജസുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ നല്ലൊരു ഫീച്ചേഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു ഹെഡ്സെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഗെയിമിംഗ് മോഡ് അങ്ങനത്തെ കുറേയധികം ഫീച്ചേഴ്സുകളുണ്ട്. ഞാൻ എല്ലാ ഫീച്ചേഴ്സുകളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും നല്ലൊരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അത്യാവശ്യം റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അതുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു നല്ലൊരു ഹെഡ്സെറ്റ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റിയൽമി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.